ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ അല്ലെങ്കിൽ നാഷണൽ മീൻസ് കമ്പയർഡ് എക്സാമിനേഷന്റെ പ്രീവിയസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി വേരിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. പുതിയൊരു ആസ്പെക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം മാത്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ മാറ്റ് പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്പെസിഫിക് ടോപ്പിക്കിന് ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. ചാനലുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതുകൂടി ഫോളോ ചെയ്യും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ ഫ്രം ദ ഗിവൺ ആൻസേഴ്സ് ടു ഫിൽ ദ ഗ്യാപ്പ്. വിട്ടുപോയ ഭാഗത്ത് എഴുതാനായി തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ ഏറ്റവും അനുയോജ്യമായത് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 15:7, 19. ദാറ്റ് മീൻസ് 15:7, 19:1. അതായത് ഈ 15ഉം 7ഉം തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതേ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് 19 വെച്ചിട്ട് ഒരു ആൻസർ കണ്ടുപിടിക്കണം. നമ്മളിവിടെ നോക്കുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ഔട്ട് ആവും എന്നാണ്. 15ൽ നിന്ന് 1 കുറച്ചിട്ട് അതിന്റെ ഹാഫ് ആണ് 7 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് 7 × 2 + 1 ആണ്. നേരെ തിരിച്ചെടുത്താൽ എന്ത് പറയാം? ഇത് നമുക്ക് വിളിക്കാം 15 - 1 ഡിവൈഡഡ് ബൈ 2. ഈ ലോജിക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഇവിടെ നമുക്ക് എന്തെടുക്കാം? 19 - 1 ഡിവൈഡഡ് ബൈ 2. 19 - 1 എത്രയാണ്? 18. 18 ഡിവൈഡ് ബൈ 2 എന്ത് കിട്ടും? 9. സോ ആൻസർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. ആദ്യം തന്നിരിക്കുന്ന ആ ഒരു തന്നിരിക്കുന്ന സെറ്റിനകത്ത് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം ആ റിലേഷൻഷിപ്പ് രണ്ടാമത്തേതിനകത്ത് നോക്കി ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുക. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് 9 ആണെന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇതേ സീക്വൻസിലുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പോകുന്നത്. നിങ്ങളുടെ ലോജിക്കൽ കപ്പാസിറ്റി അല്ലെങ്കിൽ റീസണിങ് എബിലിറ്റി ആണ് ഇതിനകത്ത് അവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. 8, 28, 15 ഗ്യാപ്പ്. 8, 28, 15 ബ്ലാങ്ക് ആണ്. ബേസിക്കലി ഇങ്ങനെയുള്ളതിനകത്തല്ല ഒന്നെങ്കിൽ അഡീഷൻ ആവും, മൾട്ടിപ്ലിക്കേഷൻ ആവും, സ്ക്വയറിൽ നിന്ന് എന്തെങ്കിലും കുറച്ചതാവും, ക്യൂബിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും എവിടെയെങ്കിലും. ഇപ്പൊ നിങ്ങൾ 8, 28 നോക്കുമ്പോൾ ഇത് ഇത്തിരി കൺഫ്യൂസ് ആണ്. പെട്ടെന്ന് നമ്മൾ ഓർക്കും, ഓക്കെ 8ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 28 കിട്ടും, 8ന്റെ കൂടെ 20 കൂട്ടിയാൽ 28 കിട്ടും, അങ്ങനെയാണ് 15ന്റെ കൂടെ 20 കൂട്ടിയാൽ 35 കിട്ടും. പക്ഷെ 35 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതല്ല അതിന്റെ ഉത്തരം. ദെൻ 8ന്റെ കൂടെ 2.5 മൾട്ടിപ്ലൈ ചെയ്താൽ 28 കിട്ടും. പക്ഷെ 15ന്റെ കൂടെ 2.5 മൾട്ടിപ്ലൈ ചെയ്താൽ 42.5 ആണ് കിട്ടും. അപ്പൊ അതല്ല ഉത്തരം. അപ്പൊ എങ്ങനെ നോക്കാം? വേറെ രീതി നമ്മൾ ചിന്തിച്ചാൽ ഈ 8 എന്ന് പറയുന്നത് 3² - 1 ആണ്. 28 എന്ന് പറയുന്നത് 3³ + 1 ആണ്. കാരണം 3² 9, 9 - 1 8. 3³ എന്ന് പറയുന്നത് 27, 27 + 1 28. അപ്പൊ 15 എന്ന് പറയുന്നത് എന്തുവാ? 15 എന്ന് പറയുന്നത് 4² - 1. അപ്പൊ ഈ ഗ്യാപ്പ് എന്ത് വരും? ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 4³ + 1 എന്ന് കിട്ടും. 4³ എന്താ? 4 × 4 × 4, that is 64 + 1, that is equal to 65. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. സോ നമുക്കിവിടെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുന്നു, ആ കറസ്പോണ്ടിങ് ക്യൂബിൽ നിന്ന് 1 കൂട്ടുന്നു. അപ്പൊ ആദ്യത്തെ എന്താ? സ്ക്വയറിൽ നിന്ന് 1 കുറച്ചതാണ്, അതുകൊണ്ട് മറ്റേത് ക്യൂബിനോട് കൂടി 1 കൂട്ടും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 65 ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഫൈൻ. അടുത്തത് 35, 75, 100. ഈ ഒരു ക്വസ്റ്റിനകത്ത് 2 ഓപ്ഷൻസിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ബേസിക്കലി സ്പീക്കിംഗ് നമുക്കതിനെ 2 രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ആൻസർ കീയിൽ എന്താണ് തന്നിരിക്കുന്നത് കൂടി ഞാൻ പറയുന്നു. 35, 75, 100 ഇതാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് 2 രീതിയിൽ നിന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 35നോട് കൂടി 40 കൂട്ടിയാൽ 75 കിട്ടും. അങ്ങനെയാണെങ്കിൽ 100നോട് കൂടി 40 കൂട്ടിയാൽ 140 കിട്ടും. കറക്റ്റ്. നമുക്ക് ഈ 140 എന്ന് പറയുന്ന ഒരു ആൻസർ ഇവിടെ തന്നിട്ടുമുണ്ട്. ഓക്കെ, 140 എന്ന് പറയുന്ന ഒരു ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. വേറെ രീതി ചിന്തിച്ചാൽ രണ്ടാമത്തെ ആൻസറിന്റെ സംഖ്യയുടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 7 × 5 എന്ത് കിട്ടി? 35 കിട്ടി. 7 × 5 എന്ന് പറഞ്ഞാൽ 35 കിട്ടി. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: 7 × 5 = 35. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ആൻസറിന്റെ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും നമ്മൾ ചിന്തിച്ചാൽ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 220 എടുത്തു. അപ്പൊ 220 2 × 20 2 × 20 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 40 കിട്ടും. അപ്പൊ അതല്ല ഉത്തരം. നമുക്ക് 100 വരണം. ദെൻ 140 നോക്കിയാൽ 140 എന്ന് പറയുമ്പോൾ 1 × 40, അപ്പൊ അതും എന്ത് വരും? 40 വരും. 105 എടുത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാം 10 × 5, that is equal to 50 എന്ന് വരും. ഈ 205 നോക്കി
205 എന്ന് പറഞ്ഞാൽ 20 into 5 100 എന്ന് വരും. 20 into 5 100. അപ്പോൾ ഈ 100 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കറക്റ്റ് ആയിട്ട് വരാം. 100 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കറക്റ്റ് ആയിട്ട് വരാം. സോറി 100 എന്ന് ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് 100 വരും. അപ്പോൾ 100 വരുന്നത് കൊണ്ട് നമുക്ക് ഈ പറയപ്പെടുന്ന ബി 205 കൂടി കറക്റ്റ് ആയിട്ട് വരാം. എന്തുകൊണ്ടാണ് അത് എടുക്കാതെ 140 എടുത്തത് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 205നെ നമുക്ക് രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാമായിരുന്നു. 2 into 05 or 20 into 5. നമുക്ക് ഇതിനകത്ത് ഏതാ കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് രണ്ട് രീതിയിൽ ഡിസ്ക്രിപ്പൻസി വരുന്നത് കൊണ്ടാണ് നമ്മൾ 140 ആൻസർ ആയിട്ട് ആ ലോജിക്കൽ മെത്തേഡ് എടുത്തത്. പക്ഷേ ബേസിക്കലി സ്പീക്കിംഗ് 20 into 5 എന്ന് പറയുന്ന 100 205നെ വേണമെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. ബട്ട് ആസ് പെർ ആൻസർ കീ ആൻസർ എന്ന് പറയുന്നത് 140 ആണ്. ഓക്കെ, ഇവിടുത്തെ രണ്ട് ലോജിക്കുകളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അവർ രണ്ടാമത്തെ ലോജിക്ക് എടുക്കാതെ എന്നുള്ള റീസൺ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അടുത്തത് 16 64 to 25 ഓരോ നമ്പറുകളുടെ സ്ക്വയറുകളും ഒരു 10 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയറുകളും ക്യൂബുകളും കൃത്യമായി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിനെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ 16 എന്ന് പറയുന്നത് 4 സ്ക്വയർ ആണ്. 16 എന്ന് പറയുന്നത് 4 സ്ക്വയർ. ദെൻ 64 എന്ന് പറയുന്നത് 4 ക്യൂബ് ആണ്. 64 എന്ന് പറയുന്നത് 4 ക്യൂബ്. 25 എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. അപ്പൊ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്ത് വരും? 5 ക്യൂബ്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 120. ആ നമ്പറുകൾ കാണുമ്പോഴേ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു നമ്പറിന്റെ സ്ക്വയറും ക്യൂബും അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഉത്തരം 125 ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് സ്ക്വയറുകളും ക്യൂബുകളും ഒരു 10 വരെയുള്ള നമ്പറുകളുടെ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, 2ന്റെ 2 4 8 3 9 27 4 16 64 5 25 125 അങ്ങനെ 10 വരെയുള്ളതെങ്കിലും നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് 9 25 64. ഇത് കാണുമ്പോഴേ നമുക്കറിയാം, ആ ഒരു ലോജിക്ക് അറിയാവുന്നവർക്ക് ഇത് വളരെ ഈസിയാണ്, അല്ലാത്തവർ സ്ട്രഗിൾ ചെയ്യും. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ, 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ. അതായത് ഇത് നത്തിങ് ബട്ട് എന്താണ്? 3 + 2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ 64 എന്താണ്? 64 എന്ന് പറയുന്നത് 8 സ്ക്വയർ ആണ്. അപ്പൊ അടുത്ത നമ്പർ എന്ത് വരണം? 8 + 2 ഹോൾ സ്ക്വയർ. 8 + 2 എന്ന് പറഞ്ഞാൽ 10. 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100. ആൻസർ എന്ന് പറയുന്നത് 10. അപ്പൊ നമ്മൾ ആദ്യത്തെ പെയറിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതേ റിലേഷൻഷിപ്പ് രണ്ടാമത്തെ സെറ്റിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ആൻസർ 10² that is equal to 100. ഓക്കെ, എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റൻ അല്ലെങ്കിൽ സ്പെസിഫിക് ടോപ്പിക്കിന് ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.